എന്തായാലും UDF ഇക്കാര്യത്തിൽ ഒരു ഡാമേജ് കൺട്രോളിലേക്ക് നീങ്ങുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. വിശദീകരണ യോഗം നടത്താൻ പോവുകയാണ് UDF. ആഗോള അയ്യപ്പ സംഗമത്തിൽ കോട്ടയത്താണ് വിശദീകരണ യോഗം നടത്തുക. VD സതീശനും അടൂർ പ്രകാശും ഒക്കെ ആയിരിക്കും പങ്കെടുക്കുക. പ്രതിപക്ഷ നേതാവും അടൂർ പ്രകാശ് UDF കൺവീനറും ഉണ്ടാകും. NSS സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ ചേരുന്ന ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. TV പ്രസാദ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കണം, അതിനായി ഒന്നിച്ചിറങ്ങണം, ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തണം, പ്രത്യേകിച്ചും യൂണിയനുകളടക്കം ഒന്നിച്ചങ്ങ് അകന്നു പോയി കഴിഞ്ഞാൽ. കാരണം ജി സുകുമാരൻ നായർക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളിൽ പോലും കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നമ്മൾ കാണുന്നില്ല എന്നത് അവരും കാണുന്നുണ്ടാകുമല്ലോ. അതുകൊണ്ടാണോ ഈ യോഗം? ഈ യോഗം ഏറെ പ്രധാനപ്പെട്ടതാണ് സുജയ. കാരണം UDFനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്ര കാലം കോൺഗ്രസിനോടൊപ്പം നിന്ന് കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും ചോദിച്ചും മിണ്ടിയും പറഞ്ഞും ഒക്കെ ചെയ്യുന്ന NSS ആണ് ഇങ്ങനെ ഒരു കടുങ്കൈ കോൺഗ്രസിനോട് ചെയ്തത്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് അത് കനത്ത തിരിച്ചടിയുമാണ്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമുണ്ട്. കാരണം ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കാനുള്ള കാരണം അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് എന്നാണ് ജി സുകുമാരൻ നായർ തുറന്നടിച്ചത്. മാത്രമല്ല, കോൺഗ്രസിന് ഇപ്പോൾ ഹിന്ദു വോട്ട് ആവശ്യമില്ല, ന്യൂനപക്ഷ വോട്ട് മാത്രം മതി എന്ന നിലയിലേക്കാണ് കോൺഗ്രസിന്റെ പോക്ക് എന്നും ജി സുകുമാരൻ നായർ തുറന്നടിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത് എന്ന നിലപാട് വിശദീകരിക്കൽ കൂടിയായിരിക്കും നാളെ UDFന്റെ യോഗം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കാരണം നാളെ തന്നെ NSSന്റെ യോഗവും നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നാളത്തെ എന്തായാലും ഇക്കാര്യത്തിൽ ഭിന്നതകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ പ്രസാദ്, ഇപ്പോൾ KC വേണുഗോപാലൊക്കെ തുറന്നടിച്ച് വളരെ ശക്തമായി മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പ്രസംഗിക്കുന്നുമുണ്ട്. അത് തന്നെയാണ്, അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടായത് എന്നതാണ്. എന്തൊക്കെ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യം കോൺഗ്രസിനായാലും BJPക്കായാലും ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. കാരണം ഈ കഴിഞ്ഞ 9 വർഷത്തിലേറെയും സർക്കാരിൻ്റെ ഒരു നയങ്ങളോടും യോജിക്കാത്ത സാമുദായിക സംഘടനയായിരുന്നു NSS. എങ്ങനെയായിരുന്നു ഇങ്ങനെയൊരു മലക്കം മറിച്ചിൽ എന്നുള്ളതാണ് സുജയ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, NSS LDF സർക്കാരിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല അവരെ ഞെട്ടിച്ചത്, കോൺഗ്രസിനെയും BJPയെയും അതിരൂക്ഷമായി വിമർശിച്ചു എന്നുള്ളതാണ്. വോട്ട് ബാങ്കിൽ കണ്ണുള്ള പ്രസ്ഥാനം എന്നുള്ളതാണ് കോൺഗ്രസിന് നേരെ ഉയർത്തിയിരിക്കുന്ന ആരോപണം സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന്. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിലടക്കം NSS വോട്ടുകൾ നിർണായകമായ പല മണ്ഡലങ്ങളും ഇക്കുറി UDFന് കോൺഗ്രസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ NSSന് പിന്തുണ കൂടിയേ തീരൂ. അവിടെയാണ് അവർ കൂടുതൽ ആശങ്കയിലാകുന്നത് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത.